നിങ്ങൾ കേൾക്കുന്നത് ടി വി കൊച്ചുബാവയുടെ നോവല്ലകൾ. നോവല്ല. രചന ടി വി കൊച്ചുബാവ. ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് DC ബുക്സ് 2021. എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭൂമിശാസ്ത്രം ഭാഗം 1. 1146 വൃശ്ചികത്തിലെ ഒരു പ്രഭാതം. കേട്ടപാടെ എഴുന്നേറ്റോടിയത് മാമ്മച്ചാരാണ്. 1.5 കൊല്ലമായി ഒഴിച്ചിലും പിഴിച്ചിലും ധാരയുമൊക്കെയായി വാർദ്ധക്യക്കട്ടിലിൽ കിടന്നിരുന്ന മാമച്ചാര് പാടവരമ്പത്ത് വഴുക്കലിലൂടെ ഒന്ന് തെന്നുക പോലും ചെയ്യാതെ അങ്ങേ കര പിടിച്ചു. വടക്കുമുറി കവലയിലെത്താനെടുത്തത് 1.5 മിനിറ്റിലധികമില്ല. കവലയിൽ നിന്ന് തെക്കോട്ട് തിരിയുമ്പോൾ മാമച്ചാർക്ക് മുമ്പിൽ പൂശാര് പരമു. സ്വന്തം വീട് ഏത് ദിശയിലാണെന്നറിയാതെ നടു റോഡിൽ പൂശാര് തത്തള പിത്തള. രാവിലെ കട്ടനടിക്കാനിറങ്ങിയ പൂശാര് ഏതോ ജന്മാന്തര പ്രലോഭനത്തിലകപ്പെട്ട് ചാരായ ഷാപ്പിൽ ചെന്ന് കയറിയതിന്റെ ദുര്യോഗം അനുഭവിക്കുകയാണ്. മാമച്ചാരുടെ പാച്ചിൽ കണ്ടതും പൂശാര് വെളിയിലേക്കിറങ്ങി വന്നു. കണ്ണു തിരുമ്മി നോക്കുമ്പോഴുണ്ട് മാമച്ചാർക്ക് പിറകെ ഓടി ഓടി വരുന്നു അസനാരും ചിരുകണ്ഠനും കുഞ്ഞൈപ്പൂട്ടിയും വാറുണ്ണിയും പിന്നെ പേരറിയാത്ത ഒരുപാട്. മാമച്ചാരുടെ ഓട്ടം പൂശാർക്ക് അതൊട്ടും പിടിച്ചില്ല. മാമച്ചാര് പൂശാരുടെ സ്ഥിരം രോഗികളിൽ ഒരാളാണ്. മന്ത്രപ്പണികൾ നിർത്തി പൂശാര് ലേശം മർമാണി ചികിത്സകളിൽ പച്ചപിടിച്ചു വരുന്ന സമയമാണിത്. രോഗികളിങ്ങനെ ചുറുചുറുക്കോടെ ഓടാൻ തുടങ്ങിയാൽ പൂശാരുടെ കഞ്ഞിയിലും ചാരായത്തിലും പാറ്റ വീഴില്ലേ? അതുകൊണ്ട് മാമച്ചാരെ ഓടാതെ നില്ലവിടെ. പൂശാര് മാമച്ചാർക്കെതിരെ വട്ടം നിന്നു. ഇതെന്തൊരു പാച്ചില്! ഓടണതെങ്ങട്ട് മാമച്ചാരെ? മാമച്ചാര് ഇടത്തോട്ട് തെന്നി. പൂശാരും തെന്നി. മാമച്ചാര് വലത്തോട്ട് തെന്നി. പൂശാരും. കലി വന്ന മാമച്ചാര് പൂശാരെ ഒരു തള്ളു വെച്ചു കൊടുത്തു. പൂശാര് ആക്കത്തിൽ ചെന്ന് വേലിക്കുത്തിൽ മുട്ടിയില്ല. നടുമ്പുറത്ത് കാരമുള്ളിന്റെ മുന കൊണ്ടു. നവരക്കിഴിയുടെ ബലം കൊണ്ടാ മാമച്ചാരെ, പൂശാര് വേദന പുറത്തു കാണിക്കാതെ പറഞ്ഞു. മാമച്ചാരതിന് ചെവി കൊടുക്കാതെ പൂശാരൊഴിഞ്ഞ പഴുതിലൂടെ മുമ്പോട്ട് വച്ചു പിടിച്ചു. നീ വേണമെന്നുണ്ടെങ്കില് എന്റെ ഒപ്പം വാ, നേരല്ല. ഓടുന്നതിനിടയിൽ പിന്തിരിഞ്ഞ് മാമച്ചാര്. അല്ലെങ്കിലും പൂശാര് മാമച്ചാരോടൊപ്പം ഓടുമായിരുന്നു. തരം കിട്ടിയാൽ മാമച്ചാരുടെ 3-ാം ഞരമ്പിൽ കയറി പിടിക്കുമായിരുന്നു. വയസ്സായി. ഇങ്ങനെ ഓടാൻ തുടങ്ങിയാൽ പൂശാര് പിന്നെ എന്തു ചെയ്യും? പൂശാർക്കും ജീവിക്കണമല്ലോ. കൂടെ പായുന്നതിനിടയിൽ കിതപ്പോടെ പൂശാര്, എങ്ങട്ടിത്? നാവ് വെളിക്ക് കാണിച്ച് കിതപ്പോടെ മാമച്ചാര്, കുഞ്ഞാപ്പൂവിന്റെ അവിടേക്കിത്. മാമച്ചാര് വേഗം കൂട്ടി. വിഷയം പറയാൻ നിന്നാല് കാഴ്ച കാണലുണ്ടാവില്ല പൂശാരെ. പാഞ്ഞോ? അവർ പാഞ്ഞു. അവരുടെ വേഗത്തെ മറികടന്ന് കലപില വെച്ച് കുഞ്ഞൈപ്പൂട്ടിയും വായനശാലയിലെ ചെറുപ്പക്കാരും പറന്നുപോയി. ഓടി ഓടി ചെല്ലുമ്പോൾ ഇറക്കത്തിൽ കുഞ്ഞാപ്പൂവിന്റെ വീട്. ഓലമേഞ്ഞ കൊച്ചുവീട്. മുറ്റത്ത് ചാണകം മെഴുകിയ കളം. കളത്തിന് നടുവിലൊരു മുളന്തൂണ്. വടക്കുമാറി കാളത്തൊഴുത്തിനു പുറത്ത് ഉഴവുകാളകൾ അയവെട്ടിക്കിടക്കുന്നു. കുഞ്ഞാപ്പൂവിന്റെ വേലിക്ക് ചുറ്റും ജനം. പ്രളയം പോലെ നിറഞ്ഞു പരന്ന് ശ്വാസമടക്കി പിടിച്ച് തുറുകണ്ണുകളോടെ അവർ നിൽക്കുകയാണ്. അവർക്കിടയിലൂടെ നൂണ്ടും പുളഞ്ഞും മാമച്ചാരും പൂശാരും Sample complete. Ready to continue?